നോ ടൈഗർ, അങ്ങനെ പോരാടി ജയിച്ച് നീ ആരാണെന്ന് തെളിയിക്കേണ്ട ഒരാവശ്യമില്ല. വിക്രം അഭിനവനോട് പറഞ്ഞു. അഭിനവനെ അനാവശ്യമായ ഒരു പ്രശ്നത്തിൽ കൊണ്ടുപോയി ചാടിക്കാൻ വിക്രം ആഗ്രഹിച്ചിരുന്നില്ല. അങ്കിൾ ഇതിന് തടസ്സം നിൽക്കരുത്. ഇന്ന് ബൽറാമിനുണ്ടായ സംശയം നാളെ വേറെ ആർക്കെങ്കിലും ഉണ്ടാവാം. തുടക്കത്തിൽ തന്നെ ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അഭിനവ് ബൽറാമിന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. സഞ്ജയുടെ അതേ ഗൗരവമാണ് ബൽറാം അപ്പോൾ അവനിൽ കണ്ടത്. വളരെ ചെറുപ്പം മുതൽ തന്നെ സഞ്ജയ് മകനെ കിക്ക് ബോക്സിംഗ് പരിശീലിപ്പിച്ചിരുന്നു എന്ന് ബൽറാമിന് അറിയാം. സഞ്ജയുടെ മകനാണെങ്കിൽ അവൻ ഉറപ്പായും പരിശീലനം തുടരും. 5 വയസ്സുകൊണ്ട് കിക്ക് ബോക്സിംഗിന്റെ ബാലപാഠങ്ങൾ യഥാർത്ഥ ടൈഗർ പഠിച്ചിട്ടുണ്ട്. പോരാടി തുടങ്ങുമ്പോൾ തന്നെ അത് ടൈഗർ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് അവനുമായി അങ്ങനെ ഒരു മത്സരം നടത്താമെന്ന് ബൽറാം തീരുമാനിച്ചത്. എന്നാൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യനായ ബൽറാമുമായി പിടിച്ചു നിൽക്കാൻ അബിക്ക് കഴിയില്ല എന്നാണ് വിക്രം കരുതിയത്. എന്നിട്ടും എന്തിനാണ് അവൻ ഇതിന് സമ്മതിച്ചതെന്ന് വിക്രമിന് മനസ്സിലായില്ല. പിന്നീട് ഇനി എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിക്രമൻ തീരുമാനിച്ചു. വൈകാതെ ബൽറാമും അബിയും വിക്രമും ഒരു പ്രൈവറ്റ് അരീനയിലെത്തി. അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ബൽറാം വല്ലാത്ത ആവേശത്തോടെ തന്റെ കോട്ട് അഴിച്ചു മാറ്റി ഒരു വശത്തേക്ക് എറിഞ്ഞു. ശേഷം ഷർട്ടിന്റെ സ്ലീവ് മടക്കി ഉയർത്തി വെച്ച് വില കൂടിയ വാച്ച് കയ്യിൽ നിന്ന് അഴിച്ചു മാറ്റി. ഇതെല്ലാം ചെയ്യുമ്പോഴും ബൽറാമിന്റെ കണ്ണുകൾ അഭിനവിൽ തന്നെയായിരുന്നു. അഭിനവും തയ്യാറാവുകയായിരുന്നു. അവൻ തന്നെ സ്ലീവ് മടക്കി വെച്ചു. ബൽറാം അഭിനവന്റെ അരികിലേക്ക് നടന്നു വന്നു. രക്ഷപ്പെടാൻ ഒരു ചാൻസ് കൂടി തരാം, നന്നായി ആലോചിച്ചിട്ട് വന്നാ മതി. കിക്ക് ബോക്സിംഗിൽ ഞാൻ ഇതുവരെ തോറ്റിട്ടില്ല, ചത്തുപോകും നീ, ബൽറാം പറഞ്ഞു. ഇത് കേട്ടതും ടൈഗർ ചിരിച്ചു. തോൽക്കാത്തത് നിങ്ങൾ ഇതുവരെ എന്നോട് മുട്ടാത്തത് കൊണ്ടാണ് ബൽറാം. ഞാൻ ടൈഗർ, സഞ്ജയുടെ മകനാണ്. അഭിനവ് അതേ ഭാഷയിൽ മറുപടി പറഞ്ഞു. അത് കേട്ട് ബൽറാം അഹങ്കാരത്തോടെ ചിരിച്ചു. അതിനുശേഷം വിക്രമിന്റെ നേരെ തിരിഞ്ഞു. വിക്രം, നീ ആർക്ക് വേണ്ടി വെറ്റുവെക്കും? എനിക്കോ അതോ ഇവനോ? എന്റെ ടൈഗർ ഉള്ളപ്പോ ഞാൻ എന്തിനാ വേറൊരാൾക്ക് വേണ്ടി വെറ്റുവെക്കുന്നേ? വിക്രം ചോദിച്ചു. അത് കേട്ടതും ബൽറാമിന് ആവേശം കൂടി. നീ ഇതിന് പശ്ചാത്തപിക്കും വിക്രം. എന്റെ മുന്നിൽ നിന്ന് നീ നാണം കെടും. പിന്നെ കർച്ചീഫ് കൊണ്ട് മുഖം മറച്ച് പോകേണ്ടി വരും. അയാളെ കളിയാക്കിക്കൊണ്ട് ബൽറാം റിങ്ങിലേക്ക് പ്രവേശിച്ചു. അഭിനവും കയറുകൾക്കിടയിലൂടെ റിങ്ങിനുള്ളിൽ കയറി. അഭിനവ് ബൽറാമിനെ നോക്കി. നല്ല ഉയരവും അതിനൊത്ത തടിയുമുള്ള ആരോഗ്യവാനായ അയാളെ ശക്തി കൊണ്ട് അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല. അഭിനവ് അതിനാൽ മനസ്സിൽ ചിലത് കണക്ക് കൂട്ടി. വൈകാതെ ഇരുവരും തമ്മിൽ പോരാട്ടം ആരംഭിച്ചു. ബൽറാം അലറി വിളിച്ചുകൊണ്ട് അഭിനവിന്റെ നേരെ ഓടി. അയാൾ മുഷ്ടി ചുരുട്ടി അവനെ ഇടിച്ചു. ആദ്യത്തെ ആക്രമണം ആയതുകൊണ്ട് അഭിനവ് ഒന്ന് സ്തംഭിച്ചുപോയി. അഭിനവിന് ബൽറാമിനെ കണ്ടപ്പോൾ കലി കയറിയ ആനെ പോലെ തോന്നി. ബൽറാം വീണ്ടും അഭിനവിന്റെ മുഖം ലക്ഷ്യമാക്കി ഇടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അയാളുടെ മുഷ്ടി അഭിനവിന്റെ മൂക്ക് തകർക്കുന്നതിന് മുൻപ് തന്നെ അവൻ ഒഴിഞ്ഞു മാറി. ബൽറാമിന്റെ മുഖത്ത് അപ്പോഴും ഒരു ചിരി ഉണ്ടായിരുന്നു. അഭിനവിന്റെ മുഖത്ത് ഗൗരവവും. അനാഥാലയത്തിലായിരുന്ന സമയത്ത് അവിടുത്തെ സീനിയർ കുട്ടികൾ കൊച്ചുകുട്ടികളുടെ കയ്യിലെ വസ്തുക്കൾ പിടിച്ചു വാങ്ങുമായിരുന്നു. ചെറിയ കുട്ടികളെല്ലാം സഹിക്കാറാണ് പതിവ്. ഒരിക്കൽ അഭിനവും അങ്ങനൊരു പ്രശ്നം നേരിട്ടു. അന്ന് ആ വലിയ കുട്ടി അബിയുടെ കവിളിൽ ആഞ്ഞടിച്ചു. അടിയേറ്റ് കുഞ്ഞബി നിലത്ത് വീണു. താടാ നിന്റെ മോതിരം, നിനക്കെന്തിനാ അത്? അവനെ ആക്രമിച്ച കുട്ടി അലറി. കവിൾ പൊത്തിപ്പിടിച്ച് നിശബ്ദമായി അബി കരഞ്ഞു. ആ വലിയ കുട്ടി അവന്റെ കയ്യിൽ നിന്നും ആ മോതിരം പിടിച്ചു വാങ്ങാൻ തുടങ്ങി. അബി കണ്ണുകൾ ഇറുക്കി അടച്ചു. അച്ഛന്റെ ശബ്ദം അപ്പോൾ ആ കുഞ്ഞു അബിയുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ചിലപ്പോ എനിമീസ് നമ്മളെക്കാൾ പവർഫുൾ ആയിരിക്കും, പക്ഷെ സ്പീഡ് കൊണ്ട് നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റും. അൺഎക്സ്പെക്ടഡ് ആയിട്ട് അവരുടെ വീക്ക് പോയിന്റ് നോക്കി തന്നെ കൊടുക്കണം. ഒറ്റ കിക്കിൽ ആള് നോക്കൌട്ട്. തിരിച്ചടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അഭിനവന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. അടുത്ത നിമിഷം അവന്റെ ചുരുട്ടിയ കൈ സീനിയർ പയ്യന്റെ താടി തകർത്തു. അവൻ ബോധരഹിതനായി വീണുപോയി. അതുപോലെയൊന്ന് ബൽറാമിനും കിട്ടി. അപ്രതീക്ഷിതമായ നീക്കമായതുകൊണ്ട് ബൽറാം പതറിപ്പോയി. കണ്ണുകൾ തെളിഞ്ഞു വന്നപ്പോൾ അയാൾ അബിയെ അവിശ്വസനീയമായി ഒന്ന് നോക്കി. ബൽറാം വീണ്ടും ആക്രമിക്കാനെടുത്തു. എന്നാൽ അബി ബൽറാമിന്റെ നെഞ്ചിൽ ചവിട്ടി. അയാൾ ബാലൻസ് തെറ്റി റിങ്ങിൽ മലർന്നു വീണു. അനാഥാലയത്തിലെ അന്നത്തെ സംഭവത്തോടെ കുഞ്ഞബി കുട്ടികളുടെ ഇടയിലെ സ്റ്റാറായി. പക്ഷെ ആ സ്ഥാപനത്തിന്റെ മേലധികാരി അവനെ ശിക്ഷിച്ചു. അവന്റെ മേൽ നിയന്ത്രണങ്ങൾ വീണു. മുതിർന്നവരെല്ലാവരും അവനെ ശകാരിക്കാൻ തുടങ്ങി, ഒരാളൊഴികെ. ദൂരെ ഒരിടത്ത് മാറിയിരുന്ന് കരയുന്ന അബിയുടെ അരികിലേക്ക് അയാൾ എത്തി. മോനെ ആരാ കിക്ക് ബോക്സിംഗ് പഠിപ്പിച്ചത്? അയാൾ ചോദിച്ചു. അച്ഛൻ, വിതിമ്പിക്കൊണ്ട് അവൻ പറഞ്ഞു. അച്ഛനെ പറ്റി പറഞ്ഞപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞത് അയാൾ കണ്ടു. അയാളുടെ മനസ്സും വേദനിച്ചു. മോന് കിക്ക് ബോക്സിംഗ് അത്രയ്ക്ക് ഇഷ്ടമാണോ? അവൻ മൂളി. എന്നാ പിന്നെ ബാക്കി ഞാൻ പറഞ്ഞു തരാട്ടോ. അപ്പോഴാണ് അബി മുഖമുയർത്തി അയാളെ നോക്കിയത്. അന്നവന്റെ കണ്ണുകളിൽ തെളിഞ്ഞ അതേ തീ തന്നെയാണ് അബിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു കൈ കൊണ്ട് അബി ബൽറാമിന്റെ ആക്രമണത്തെ തടയുകയും മറുകൈ കൊണ്ട് തുടരെ ലിവർ പഞ്ചുകൾ കൊടുക്കുകയും ചെയ്തു. അതോടെ ബൽറാം അവശനായി റിങ്ങിലിരുന്നു. ഗെയിമിൽ അബി ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞുവെന്ന് ബൽറാമിന് മനസ്സിലായി. എങ്കിലും തോൽവി സമ്മതിക്കാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. ബൽറാം,
തോറ്റെന്ന് സമ്മതിച്ചേക്ക്, ഞാൻ ആരോടും പറയില്ല. ഒരു തൂവാലെടുത്തു മറച്ച് നൈസായിട്ട് ഇറങ്ങിക്കോ. വിക്രം പറഞ്ഞു. ബൽറാം ദേഷ്യത്തോടെ എഴുന്നേറ്റു. അയാൾ ഒന്നിനു പുറകെ ഒന്നായി അഭിനവനെ ഇടിക്കാൻ തുടങ്ങി. ചടുലമായ ഫുട് വർക്ക് കൊണ്ട് അഭി ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. കൈകൾ ചേർത്ത് വെച്ച് അവൻ ബൽറാമിന്റെ പഞ്ചുകൾ തടഞ്ഞു. ബൽറാം തളർന്നു എന്ന് കണ്ടപ്പോൾ അഭി തന്റെ വലത് കൈകൊണ്ട് അയാളുടെ മുഖത്തൊരു ഫാൾസ് പഞ്ച് കൊടുത്തു. അതോടെ ബൽറാമിന്റെ ശ്രദ്ധ മാറി. അയാൾ ആ കിക്ക് തടയാനായി കൈ ഉയർത്തി. ആ സമയത്ത് അഭി തിരിഞ്ഞു തന്റെ വലത് കാലുകൊണ്ട് അതിശക്തമായ ഒരു ലിവർ കിക്ക് കൂടി കൊടുത്തു. ബൽറാം ഒരു നിമിഷം മരവിച്ചു നിന്നു. അതിനുശേഷം താഴെ വീണ് വേദന കൊണ്ട് പുളഞ്ഞു. അയാൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി. അഭിനവ് വിക്രമനെ നോക്കി. ബൽറാം, നോക്ക്, എന്റെ സഞ്ജയുടെ മകനാണെന്ന് അവൻ തെളിയിച്ചിരിക്കുന്നു. വിക്രം ഉറക്കെ വിളിച്ചു പറഞ്ഞു. ബൽറാമിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അഭി റിങ്ങിന്റെ മൂലയിൽ പോയി നിന്നു. ബൽറാം കഷ്ടപ്പെട്ട് വീണ് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ്, ഇത് നീ എവിടുന്ന് പഠിച്ചു? കിക്ക് ബോക്സിംഗ് ചാമ്പ്യനായ തന്നെ എളുപ്പത്തിൽ തോൽപ്പിച്ചവനോട് അത്ഭുതത്തോടെ ബൽറാം ചോദിച്ചു. ടൈഗറിനെ വേട്ടയാടാൻ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ ബൽറാം? അഭിനവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം അവന്റെ അടുത്ത് വന്ന് അഭിനവിനെ കെട്ടിപ്പിടിച്ചു. ഇത് നമ്മുടെ ടൈഗറാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ, അല്ലേ ബൽറാം? വിക്രം ബൽറാമിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ബൽറാമിന്റെ അരയിൽ ഉളുക്ക് വീണിരുന്നു. അതിന്റെ വേദന നന്നായിട്ടുണ്ടെങ്കിലും അത് മറച്ചു വെച്ച് ചിരിച്ചുകൊണ്ട് അയാൾ അഭിനവനോട് സംസാരിച്ചു. വാ, നമുക്കൊന്നുകൂടെ കൂടാം. ഇന്നത്തെ പാർട്ടി എന്റെ വക, ബൽറാം പറഞ്ഞു. അങ്ങനെയല്ല ബൽറാം, ടൈഗർ എന്നോടൊപ്പം ഒരു ഡ്രിങ്ക് കഴിക്കാൻ വരുമോ എന്ന് ചോദിക്കേ. വിക്രം ബൽറാമിനോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങനെ, നമുക്കൊന്ന് കൂടിയാലോ ടൈഗർ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ബൽറാം അഭിനവന്റെ മുന്നിൽ ഒന്ന് കുനിഞ്ഞു. ഇതെല്ലാം കണ്ട് അഭിനവ് പുഞ്ചിരിച്ചുകൊണ്ട് ബൽറാമിന്റെ തോളിൽ കൈയിട്ടു. വൈ നോട്ട്, നമുക്ക് കൂടിക്കളയാം. ഈ സമയത്ത് അഭിനവന്റെ ഫോൺ റിങ് ചെയ്തു. അനന്യ എന്ന് കണ്ടതും അവൻ വേഗം ഫോൺ എടുത്തു. യെസ് അനന്യ. അവൻ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു. എന്റെ അമ്മ അച്ഛനും വന്നിട്ടുണ്ട്. നടന്നതല്ല ഇപ്പൊ അവർക്കറിയാം. നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് എന്റെ മുത്തച്ഛന്റെ വീട്ടിലേക്ക് വാ. അനന്യ കൽപ്പന പോലെ പറഞ്ഞു. കിക്ക് ബോക്സിംഗ് ചാമ്പ്യനെ റിങ്ങിൽ മലർത്തിയടിച്ച് തന്റെ അച്ഛന്റെ മകൻ തന്നെയാണ് താനെന്ന് തെളിയിച്ച ടൈഗറിനോടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു. അഭിനവ് അനന്യ പറഞ്ഞത് കേട്ട് ഒന്നും ഞെട്ടി. ഇപ്പൊ തന്നെ വരണോ? വേണം, ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നീ തന്നെയല്ലേ ചെയ്തത്. ഇനി വരുന്നതൊക്കെ അനുഭവിക്കേ. അതും പറഞ്ഞ് അനന്യ ഫോൺ കട്ട് ചെയ്തു. അഭിനവ് ഒരു നിമിഷം അവൾ പറഞ്ഞതിനെ കുറിച്ച് ഓർത്തു. അപ്പോഴേക്കും വിക്രം അഭിനവന്റെ അടുത്തേക്ക് വന്നു. എല്ലാം ഓക്കെ അല്ലേ? വിക്രം ചോദിച്ചു. അതെ അങ്കിൾ, പക്ഷേ സോറി ബൽറാം, എനിക്ക് അത്യാവശ്യമായിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട് വരെ ഒന്ന് പോണം. അവളുടെ അച്ഛനും അമ്മയും എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ആഹാ, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോ? ഇതെല്ലാം എപ്പോഴാ സംഭവിച്ചത്? ബൽറാം ചോദിച്ചു. അയ്യോ, അതൊക്കെ വലിയ കഥയാണ്, പിന്നീട് എപ്പോഴെങ്കിലും പറയാം, അഭിനവ് മറുപടി പറഞ്ഞു. ബൽറാം തുടർന്നു പറഞ്ഞു. വിക്രം, രോഹനെ വിളിച്ചിവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയണം. അതിപ്പോ വേണ്ട ബൽറാം, രോഹൻ പതുക്കെ അറിഞ്ഞാ മതി. വിക്രം പറഞ്ഞു. ശരി, ഞാൻ ഇറങ്ങട്ടെ. അങ്കിൾ, ഞാൻ പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ, എനിക്കൊരു പുതിയ ജോലി. അഭിനവ് പോകാൻ നേരം വിക്രമിനെ ഓർമ്മിപ്പിച്ചു. മറന്നിട്ടില്ല മോനെ, നീ നാളെ ഓഫീസിൽ വാ, ഞാൻ എന്റെ സെക്രട്ടറിയോട് പറഞ്ഞേൽപ്പിച്ചേക്കാം. ഇത് കേട്ട് അഭിനവ് രണ്ടുപേർക്കും കൈകൊടുത്ത് പുറത്തേക്ക് വന്നു. അഭി ക്യാബിൽ കയറാൻ പോകുമ്പോൾ വിക്രം ഓടി അവന്റെ അടുത്തേക്ക് വന്നു. അയാൾ ഒരു ചെറിയ ബാഗ് അഭിനവന് നൽകി. ഇതെന്താ? ഇത് നമ്മൾ ഇന്നലെ കുടിച്ച സെയിം സാധനമാ. നിന്റെ ഭാവി അമ്മായിയപ്പന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തോ? ഇത്രയും എക്സ്പെൻസീവായ മദ്യം അവരൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. വിക്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെ അങ്കിളിനോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അഭിനവ് ആത്മാർത്ഥമായി പറഞ്ഞു. നന്ദി ഞാനാണ് പറയേണ്ടത് മോനെ, നീ ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നില്ലേ? വിക്രം പറഞ്ഞു. അത് കേട്ട് അഭിനവ് പുഞ്ചിരിച്ചു. യാത്രയിലുടനീളം അഭിനവ് ചിന്തിച്ചത് അനന്യയുടെ അമ്മയെയും അച്ഛനെയും കുറിച്ചായിരുന്നു. അവർ ഈ അവസ്ഥയിൽ തന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അവന് യാതൊരു രൂപവുമില്ല. എന്ത് വിളിക്കണം, എന്തു പറയണം എന്നൊന്നും അറിയില്ല. ഇന്നാണ് അവർ അവനെ ആദ്യമായി കാണാൻ പോകുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി അനന്യയുടെ വീടിന് മുന്നിൽ വന്ന് നിന്നു. ഒരു ദീർഘ നിശ്വാസം എടുത്തുകൊണ്ട് അവൻ ആ വീടിനുള്ളിലേക്ക് കയറി. ശർമ്മളിയും രാജീവും സോഫയിൽ ഇരിക്കുന്നവൻ കണ്ടു. രണ്ടുപേരും അഭി അകത്തേക്ക് വരുന്നത് നോക്കുകയായിരുന്നു. തനിക്ക് എത്ര നന്നായി പുഞ്ചിരിക്കാൻ കഴിയുമോ അത്രയും നന്നായി അവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. നമസ്കാരം അമ്മേ. നമസ്കാരം അച്ഛാ, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അഭിനവ് ബഹുമാനത്തോടെ അവരെ നോക്കി പറഞ്ഞു. അവൻ കൊണ്ടുവന്ന കുപ്പി അവർ രണ്ടുപേരുടെ നേരെ നീട്ടി. അത് കണ്ട് ശർമ്മളിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. പക്ഷെ രാജീവ് അവനെ നോക്കി പുഞ്ചിരിച്ചു. രാജീവിന്റെ കണ്ണുകൾ അഭിനവ് കൊണ്ടുവന്ന കുപ്പിയിലേക്ക് നീണ്ടു. അയാൾ ഉടനെ തന്നെ എഴുന്നേറ്റ് അഭിനവന്റെ കയ്യിൽ നിന്ന് ആ കുപ്പി വാങ്ങി. അൺബിലീവബിൾ, ഇത് വളരെ വിലയേറിയ മദ്യമാണല്ലോ. മൈ ഗോഡ്, എന്തൊരു സുഗന്ധമാണ്, നീ ഒന്ന് നോക്കിക്കേ, രാജീവ് പറഞ്ഞു. അയാൾ കുപ്പി ശർമ്മിളയുടെ നേരെ നീട്ടി. ശർമ്മിള പെട്ടെന്ന് അത് തള്ളി മാറ്റി. കുപ്പി കണ്ടപ്പോ എല്ലാം മറക്കുന്ന ഒരു മനുഷ്യൻ. നമ്മളെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോ കൊണ്ടുവന്നിരിക്കുന്ന ഗിഫ്റ്റ് കണ്ടില്ലേ? ഇതാണ് ഇവന്റെ മര്യാദ.
ശർമിള, ഇതൊരു സാധാരണ മദ്യമല്ല, നിനക്കറിയാഞ്ഞിട്ടാ. ഇതൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് തന്നെ വലിയ കാര്യമാ. രാജീവ് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇവൻ ഇതൊക്കെ വാങ്ങിക്കാനുള്ള കഴിവുണ്ടോന്ന് നിങ്ങൾ ആലോചിച്ചോ? എവിടെന്നെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവന്നതാണെങ്കിലോ? ശർമിള കയർത്തു. അഭിനവൻ അവരുടെ ചോദ്യത്തിന് മറുപടി പറയാനായില്ല. കാരണം താൻ ടൈഗർ ആണെന്ന് ആരും അറിയാൻ പാടില്ല. അപ്പോഴേക്കും ശർമിള എഴുന്നേറ്റ് അഭിനവന്റെ അരികിലേക്ക് വന്നു. എന്താ നിന്റെ ഉദ്ദേശം? ഈ മദ്യക്കുപ്പ് നീ എന്തിനാ കൊണ്ടുവന്നത്? എന്റെ മകളുടെ ജീവിതം തകർത്തതും പോരാഞ്ഞിട്ട് ഞങ്ങളെ കൂടി കുടിപ്പിച്ച് കിടത്താനാണോ നിന്റെ ഉദ്ദേശം? ശർമിള ദേഷ്യത്തോടെ ചോദിച്ചു. ശർമിള പറഞ്ഞത് അഭിനവൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് അവൻ ചിന്തിച്ചു, സ്വന്തം മകളെയാണ് കാണരുതാത്ത സാഹചര്യത്തിൽ കാണേണ്ടി വന്നത്. ഏതൊരു രക്ഷിതാവും ഇങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുക. അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല, അഭിനവ് പറഞ്ഞു. അപ്പൊ എന്റെ മകളോടൊപ്പം ആ മുറിയിൽ ഉണ്ടായിരുന്നത് നിന്റെ പ്രേതമാണോ? നിന്റെ ഈ നാടകമൊക്കെ ഈ സ്വത്ത് തട്ടിയെടുക്കാനാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തെരുവിൽ തെണ്ടി നടക്കേണ്ട നീ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. ശർമിളയുടെ വാക്കുകൾ അഭിനവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. എന്തു പറഞ്ഞാലും ഇപ്പോൾ അനന്യയുടെ അമ്മ വിശ്വസിക്കില്ല എന്ന് അഭിനവന് തോന്നി. അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടാതെ നിന്നു. നിനക്കെന്താ വായി നാക്കില്ലേ? പന്ന. അവർ ദേഷ്യത്തോടെ അഭിനവന്റെ കോളറിൽ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ രാജീവ് ഇടപെട്ടു. ശർമിള, പരസ്പരം ചെളിവാരി എറിഞ്ഞിട്ട് എന്താ പ്രയോജനം? നീ ഇവിടെ വന്നിരിക്കേ, രാജീവ് പറഞ്ഞു. ശർമിള അപ്പോഴും ദേഷ്യത്തോടെ അഭിനവനെ നോക്കുകയായിരുന്നു. അഭിനവ് ഇരിക്കൂ, നമുക്ക് സംസാരിക്കാം, രാജീവ് പറഞ്ഞു. അത് കേട്ടതും അഭിനവ് അവരുടെ അരികിൽ ചെന്നിരുന്നു. കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അനന്യയ്ക്കും തനിക്കും ഒന്നും അറിയില്ല. ഇതൊരു ട്രാപ്പായിരുന്നു എന്ന് എനിക്കും ഇപ്പൊ തോന്നുന്നുണ്ട്. ചിലപ്പോ ഇങ്ങനെയൊക്കെ നടക്കണമെന്നായിരിക്കും ദൈവനിശ്ചയം. എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കട്ടെ, രാജീവ് പറഞ്ഞു. അത് കേട്ട് അഭിനവ് തലയാട്ടി. അനന്യ തന്റെ കൂടെ റൂം ഷെയർ ചെയ്തു എന്ന് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. താൻ നാളെ അവളെ ഏറ്റെടുത്തില്ലെങ്കിൽ ആളുകൾ പല കഥകളും ഉണ്ടാക്കി പറയും. അനന്യയുടെ പേര് കളങ്കപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ഈ വിവാഹം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് അഭിനവും തീരുമാനിച്ചു. ആട്ടെ, നീ എന്ത് ജോലിയാ ചെയ്യുന്നേ? അയാൾ ചോദിച്ചു. ഞാനൊരു ഡെലിവറി ബോയ് ആയിരുന്നു, പക്ഷെ ഇന്ന് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, അഭിനവ് സത്യം പറഞ്ഞു. അഭിനവ് പറഞ്ഞ വാക്കുകൾ ഒരു ബോംബ് പോലെ അവർ രണ്ടുപേരിലും പതിച്ചു. ശർമിള എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ രാജീവ് പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷെ നീ പെട്ടെന്നൊരു പുതിയ ജോലി കണ്ടുപിടിക്കണം. ജോലിയില്ലാതെ എന്റെ മകളെ നിയമപരമായി വിവാഹം കഴിക്കാൻ പറ്റില്ല. അതിൽ വേറെയും പ്രശ്നങ്ങളുണ്ട്. അഭിനവ് അത് സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. എന്നാ പിന്നെ അഭിനവ് പോയിക്കോളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നീട് സംസാരിക്കാം, രാജീവ് ശാന്തമായി പറഞ്ഞു. അഭിനവ് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോഴേക്കും ശർമിളയുടെ ഉള്ളിൽ ദേഷ്യം വീണ്ടും തിളച്ചു മറിഞ്ഞു. അവർ അഭിനവ് പോകുന്നത് കത്തുന്ന കണ്ണുകളോടെ നോക്കി. പോക്കറ്റിൽ 10 രൂപയില്ല, പക്ഷെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അവൻ പറഞ്ഞത് കേട്ടില്ലേ, ഒരു ഡെലിവറി ബോയ് ആയിരുന്നത്രേ. എന്നാൽ ആ ജോലി പോലും ഇപ്പൊ ഇല്ല. ഇനി പുതിയത് കണ്ടുപിടിച്ചിട്ട് വേണം ജീവിക്കാൻ. ഇതുപോലൊരുത്തിന് ആരെങ്കിലും ജോലിക്ക് വെക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശർമിള രാജീവിനോട് ചോദിച്ചു. ഇത് കേട്ട് അഭി തിരിഞ്ഞു നോക്കി. വെക്കും, എന്തായാലും നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ എനിക്കൊരു നല്ല ജോലി ഉണ്ടായിരിക്കും, അഭിനവ് ശർമിളയെ നോക്കി പറഞ്ഞു. ഉണ്ടാവും, കളക്ടർ ഉദ്യോഗം തന്നെ നിനക്ക് കിട്ടും, ശർമിള കളിയാക്കി. ഇത് കേട്ടതും രാജീവ് എഴുന്നേറ്റ് അഭിനവന്റെ അരികിലേക്ക് ചെന്നു. എനിക്ക് നിന്റെ കോൺഫിഡൻസ് ഇഷ്ടമായി. ആത്മവിശ്വാസം കൊണ്ട് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യാതൊരു ബുദ്ധിമുട്ടും അറിയിക്കാതാണ് ഞാൻ എന്റെ മോളെ വളർത്തിയത്. നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോഴും അവളെ ആ രീതിയിൽ നോക്കാൻ നീ പ്രാപ്തനായിരിക്കണം. വേറെ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല, രാജീവ് പറഞ്ഞു. ഇത് കേട്ട് അഭിനവന്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ശർമിളയും രാജീവും അവിടെ നിന്ന് അകത്തേക്ക് പോയി. നേരം ഒരുപാട് വൈകിയിരുന്നു. ഈ സമയത്ത് തനിക്ക് വീട്ടിലേക്ക് പോകാൻ യാതൊരു വാഹനവും കിട്ടില്ല എന്ന് അഭിനവന് അറിയാമായിരുന്നു. അതിനാൽ അനന്യയോട് സംസാരിച്ചിട്ട് അന്ന് അവിടെ കഴിയാമെന്നവൻ തീരുമാനിച്ചു. അങ്ങനെ അഭിനവ് ആ വലിയ വീട്ടിൽ അനന്യയുടെ റൂം തിരഞ്ഞ് കണ്ടുപിടിച്ചു. എന്നിട്ട് അവൻ വാതിലിൽ മുട്ടി. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം അനന്യ വാതിൽ തുറന്നു. ഡാർലിംഗ്, നേരെ ഒരുപാട് വൈകി, ഇപ്പൊ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഇന്നൊരു രാത്രി ഞാൻ നിന്റെ കൂടെ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ, കളിയായി പറഞ്ഞുകൊണ്ട് അഭി അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അനന്യ അവന്റെ മുന്നിൽ വാതിലടച്ചു. പക്ഷെ അഭിനവ് തന്റെ കാല് വെച്ച് വാതിലടയുന്നത് തടഞ്ഞു. അനന്യ വീണ്ടും വാതിൽ തുറന്നു. എന്താ? ദേഷ്യത്തോടെ അവൾ ചോദിച്ചു. കിടക്കാൻ കുറച്ച് സ്ഥലം താടോ, അഭിനവ് പറഞ്ഞു. അതിന് എന്റെ മുറിയിലേക്കാണോ തള്ളി വരേണ്ടത്? എന്റെ ജീവിതം ഇങ്ങനെ ആയത് താൻ ഒരാള് കാരണോ? ഇനിയും മതിയായില്ല തനിക്ക്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ തന്റെ കാല് 2 കഷ്ണമാക്കും ഞാൻ, അവൾ വാതിലടയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അഭിനവ് തന്റെ കാൽ മാറ്റി. ഉടനെ വലിയ ശബ്ദത്തോടെ ആ വാതിലടഞ്ഞു. ഇവിടുത്തെ ജോലിക്കാർക്ക് കിടക്കാൻ പ്രത്യേക ഒരു ഏരിയ ഉണ്ട്, വേണമെങ്കിൽ അവിടെ പോയി കിടന്നു, അനന്യ അകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. അത് കേട്ട് അഭിനവിന് സങ്കടം തോന്നി. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ആ ഡോർ ഹാൻഡിലിൽ പിടിച്ചു. അകത്ത് വാതിലിനിടയിലെ വിടവിലൂടെ അപ്പോഴും അഭിനവിന്റെ നിഴൽ കണ്ട് ഭയന്ന് നിൽക്കായിരുന്നു അനന്യ. ഇത്രയുമായിട്ട് അവൻ പോകാത്തത് എന്താണെന്ന് അവൾ ചിന്തിച്ചു. മേശപ്പുറത്തിരിക്കുന്ന കത്രികയെടുത്ത് അവൾ എന്തിനു തയ്യാറായി നിന്നു.
അഭിനവ് എന്താണ് ചെയ്യാൻ പോകുന്നത്? അനന്യയുടെ പ്രതികരണം എന്തായിരിക്കും? ഈ വീട്ടിൽ അഭിനവന് എപ്പോഴെങ്കിലും ബഹുമാനം ലഭിക്കുമോ? അനന്യയുടെ വീട്ടുകാർ അഭിനവന്റെ യഥാർത്ഥ വ്യക്തിത്വം തിരിച്ചറിയുമ്പോൾ എന്താവും സംഭവിക്കുക? അറിയാൻ കേട്ടുകൊണ്ടിരിക്കൂ ദ റിട്ടേൺ ഓഫ് ടൈഗർ.